Tucked away in the serene corners of Kerala lies a hidden treasure, Malarikal, a canvas of colors where lilies bloom, whispering stories of nature, culture, and community. This is not just a tourist spot, it's a blooming example of sustainable tourism. Malarikal, meaning land of flowers, is a village located between Kottayam and Kumaragam. Transforms into a floral paradise during August and September. But in this year, the blooming season arrived early. Visitors from nearby villages and distant places come here to experience the charm of this natural spectacle. Boating through the lily-covered waters, the scent of fresh blossoms, the quiet of the countryside, all create a unique, mindful experience. 1800 ഏക്കറുള്ള ഒരു പാടത്തിൻ്റെ അകത്താണ് നമ്മൾ ഈ ആമ്പൽ കൃഷി വളർന്നുകൊണ്ടിരിക്കുന്നത്. കൈക്ക് പിടിച്ചു, വളർത്തെ കയറ്റി, സേഫ്റ്റി ആയിട്ടിരുത്തി, ജാക്കറ്റ് ഇടിച്ചിട്ടുമാണ് ഇവരെല്ലാം കൊണ്ടുപോകുന്നത്. കായലിൽ പോകുന്നതിന് അവിടെ 800 ഏക്കറോളം നിറച്ച് പൂവുണ്ട്. ആ പൂവ് കാണാൻ പോകുന്ന ഇഞ്ചം വെച്ച വള്ളമാണ്. ആ വള്ളത്തിന് ഒരു വള്ളത്തിന് 6 പേര് കൂടുതൽ കയറ്റുകയില്ല, അല്ലെ 7 പേര് മാക്സിമം കയറ്റത്തുള്ളൂ. അവർക്ക് 1000 രൂപയും. ഇവിടെ നമ്മൾ ചെറുവള്ളത്താൽ ഊന്ന് കിടക്കുന്ന വള്ളമുണ്ട്, കഴുക്കോൽ കൊണ്ട് ഊന്ന് കിടക്കുന്ന വള്ളമുണ്ട്. ആ വള്ളത്തിൽ 5 പേര് വരെ കയറും. അവർക്ക് ഒരാൾക്ക് 100 രൂപ. അത് അരമണിക്കൂറും. കായലിൽ പോകുന്നതിന് 1 മണിക്കൂറും യാത്ര ചെയ്താണ് നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും സന്തോഷമായിട്ടാണ് തിരിച്ചു വരുന്നത്. ആർക്കും അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. വരുന്നവരെ നമ്മൾ കൈക്ക് പിടിച്ച് അതുപോലെ തന്നെ സേഫ്റ്റി ആയിട്ടാണ് കരയ്ക്കോട്ട് ഇറക്കുകയും ചെയ്യുന്നത്. But beyond the beauty lies a deeper story, the people. Malarikal is not just a destination, it's a livelihood. The community here plays a central role in keeping the place vibrant and alive. The bustling tourists bring in a lot of income for the community of Malarikal as they pass through the village, allowing families and businesses in the area to thrive and grow into a prominent tourist spot in Kottayam. നമസ്കാരം, എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലരിക്കൽ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ 13-ാം വാർഡിലാണ്. ആമ്പൽ പൂക്കളാൽ പ്രസിദ്ധമായ മലരിക്കൽ 2018 നദീ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു ജല ടൂറിസം മേഖലയാണിത്. 1800 ഏക്കർ വിസ്തൃതിയുള്ള ജെ ബ്ലോക്ക് 90,000, അതുപോലെ തന്നെ 850 ഏക്കർ വിസ്തൃതിയുള്ള തിരുവായ്ക്കൽ ടർക്കിപ്പാടം എന്നീ 2 പാമ്പൽ വളരെ പ്രസിദ്ധി ആർജിച്ച് ഇവിടെ നാടിനൊരു വരുമാനമായി മാറിയിരിക്കുകയാണ്. കൃഷിക്കാർക്ക് ശരിക്കും കളയാണ് ഈ ആമ്പൽ. അതിപ്പോൾ ഇവിടെ സാധാരണക്കാരായിട്ട് ആളുകൾക്ക് വിളയായി മാറിയിരിക്കുകയാണ്. കർഷകത്തൊഴിലാളികളും കർഷകരും അതുപോലെ ചെത്തുതൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. അവർക്ക് ഈ സമയത്ത് യാതൊരു വരുമാനം ഇല്ലായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് വലിയൊരു സഹായമാണ് ഈ ടൂറിസം പദ്ധതി കൊണ്ട് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. നാടിന് പൊതുവേ ഒരു മാറ്റമുണ്ട്. എല്ലാവരുടെയും കയ്യിൽ അവർക്ക് ആവശ്യമുള്ള പൈസ വരുന്നുണ്ട്. നിത്യം ഓരോ ദിവസവും ദൈനംദിനം ആളുകൾ ഇത് കാണാനായിട്ട് ദൈനംദിനം ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. It's not about stopping tourism. It's about doing it right with respect, responsibility, and awareness. The surrounding community sees the blossoming of the water lilies as an auspicious sign of prosperity. The people of Malarikal come together to nourish and care for the blooming lilies to ensure that their beautiful lake is sprawling with vibrant pink water lilies from end to end. The Lake of Lilies is a natural blessing that the native consider a blessing to their lives and livelihoods. ഏകദേശം ഒരു പാർക്കിംഗ് സ്ഥലത്ത് ഒരു 20 വണ്ടി 30 വണ്ടി വീതം കയറി കിടപ്പുണ്ട്. അതിന് 30 രൂപ വെച്ച് ഒരാൾക്ക് ഒരു വണ്ടിക്കാരോട് മേടിക്കുന്നുണ്ട്. അതെല്ലാം വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. പിന്നെ മഴക്കാലം വന്നാൽ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ കുറവാണ്. എന്നാലും ഉള്ളിടത്തൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. Malarikal is not just a place, it's a vision. A vision where nature and people grow together, where tourism supports, not spoils, where every bloom tells a story of harmony.
In the heart of Kerala, this field of lilies stands as a gentle reminder. Sustainability is beautiful. Let the flowers bloom, let the future bloom too.